الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم قال قد أجيبت دعوتكما فاستقيما ولا تتبعان سبيل الذين لا يعلمون സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായി ജീവിക്കുവാനും മരണപ്പെടുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം യൂനുസിലെ 2 വചനങ്ങളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. 88-89 വചനങ്ങളാണ്. ഹിജ്റയുടെ 1445 വർഷം പിന്നിട്ട് 1446-ാമത്തെ വർഷത്തിലേക്ക് നാം കടന്നു കഴിഞ്ഞു. പവിത്രമാസമായ മുഹറം കൊണ്ടാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത് എന്നും മുഹറം മാസത്തിന് നൽകപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠതയും പവിത്രതയും എത്ര മഹത്തരമാണ് എന്നും കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. ആ മുഹറം മാസം 6-ാമത്തെ ദിവസത്തേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പവിത്രമായ മാസത്തിന് നഹസിന്റെ മുഖം നൽകിയതിന്റെ ചരിത്ര പശ്ചാത്തലവും നാം ഗ്രഹിക്കുകയുണ്ടായി. മുഹറം 10 എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ ഒരു ദിനത്തിലേക്ക് നാം അടുക്കുകയാണ്. മുഹറം മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശേഷണം, പ്രവാചകനിലൂടെ നമുക്ക് നൽകിയ വിശേഷണം ഷഹ്റുല്ലാ എന്നാണ്, അള്ളാഹുവിന്റെ മാസം എന്നാണ്. എങ്കിൽ മുഹറം 10
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വിശേഷണം യൗമും മിൻ അയ്യാമില്ല എന്നാണ്. അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ പെട്ട ഒരു ദിവസം. അപ്പൊ മാസത്തിന് ഷഹറുള്ള, ദിവസത്തിന് മുഹറം 10 യൗമുള്ള. അപ്പൊ അത്ര സവിശേഷതയുണ്ട് ഈ മാസത്തിനും ഈ മാസം ഉൾക്കൊള്ളുന്ന മുഹറം 10 എന്നുള്ള ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്. അങ്ങനെയുള്ള ഈ മുഹറം 10, അതിനാണല്ലോ ആശൂറാ എന്ന് സാധാരണ പറയുന്നത്. ആശൂറാ എന്ന് പറഞ്ഞാൽ മുഹറം 10 എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. മറ്റൊരു മാസത്തിന്റെയും 10 ആശൂറാ എന്ന് പറയാറില്ല. മുഹറം 10 മാത്രമേ ആശൂറാ എന്ന് പറയാറുണ്ട്. ആ മുഹറം 10 നാം പരിശോധിച്ചു നോക്കുമ്പോൾ അതിന്റെ ശ്രേഷ്ഠതയും അത് നോമ്പനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടതുമായൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ പല ഘട്ടങ്ങൾ നമുക്കതിന് കാണാം. പ്രധാനമായും 4 ഘട്ടങ്ങളാണ് മുഹറം 10 നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടമാണ്. മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് മക്കയിൽ കഴിച്ചു കൂട്ടിയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഖുറൈശികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ഈ മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ആശൂറാ തസൂമുഹു ഖുറൈശുൻ ഫിൽ ജാഹിലിയ്യ വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണുക. കാന യൗമു ആശൂറാ യസൂമുഹു തസൂമുഹു ഖുറൈശുൻ ഫിൽ ജാഹിലിയ്യ. ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികൾ ആശൂറാ ദിവസം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു. നബിയും നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. നബിയോടൊപ്പം അന്ന് വിശ്വാസികളായ ആളുകളും അനുഷ്ഠിച്ചിരുന്നു എന്നാണ്. പക്ഷേ അനുഷ്ഠിക്കാൻ കൽപ്പിച്ചിരുന്നില്ല പ്രവാചകൻ എന്നുള്ളത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയതിന് ശേഷമുള്ള ഘട്ടമാണ്. ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തുമ്പോൾ അവിടെ പ്രധാനമായും ഉണ്ടായിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു ജൂതന്മാർ, അതോടൊപ്പം ക്രിസ്ത്യാനികളും. അന്ന് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോട് പ്രകടമായ ശത്രുതയും വെറുപ്പും വിദ്വേഷവും ഒന്നും കാണിക്കാതെ ഏതാണ്ട് സമരസപ്പെട്ടു പോകുന്ന ഒരു നിലപാടായിരുന്നു അന്ന് ജൂതന്മാർ കാണിച്ചിരുന്നത് പ്രവാചകൻ ചെന്ന ഉടനെ. അതുകൊണ്ട് അവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു. ശേഷം ബന്ധം ഉണ്ടായില്ല എന്നല്ല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ പ്രവാചകന്റെ പടയങ്കി ജൂതന്റെ അടുക്കൽ പണയപ്പെടുത്തപ്പെട്ടതായിരുന്നു എന്ന ചരിത്രം നമ്മൾ കേൾക്കുന്നത് വിശ്വാസവും ആദർശവും ഉൾക്കൊള്ളുന്നില്ല എങ്കിലും മനുഷ്യരെന്നുള്ള നിലയിൽ നല്ല ഇടപഴകലുകളും സമീപനങ്ങളും ഉണ്ടാകണം എന്ന് പഠിപ്പിച്ച ഒരു സന്ദേശമാണത്. അതിലേക്ക് ഞാൻ പോവുകയല്ല. അപ്പൊ അങ്ങനെ ഒരു സമരസപ്പെട്ടു പോകുന്ന ഒരു നല്ല നാളുകൾ പ്രവാചകൻ അവിടെ ചെല്ലുമ്പോൾ ആദ്യ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അറിയുകയും ഒക്കെ ചെയ്യാനുള്ള ശ്രമം പ്രവാചകന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ, അവരുമായി ഇടപഴകി നോക്കുമ്പോൾ കാണാൻ സാധിച്ച ഒരു കാര്യമാണ് മുഹറം 10 ആശൂറാ ദിനം ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നതായി പ്രവാചകൻ കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് അതിന് കാരണം എന്ന് അവരോട് അന്വേഷിച്ചു. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം നമുക്ക് കാണാൻ കഴിയുക. അതെന്തായിരുന്നു പ്രവാചകൻ ചോദിച്ചത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. അപ്പോൾ ജൂതന്മാർ ആശൂറാ ദിനം നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, മാ ഹാദാ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ നോമ്പനുഷ്ഠിക്കാൻ കാരണം? അപ്പൊ അവര് പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, മുഹറം 10 ഒരു നല്ല ദിവസമാണെന്ന് പറഞ്ഞു. ജൂതന്മാർ യൗമുൻ സാലിഹ് എന്ന് പറഞ്ഞ ദിവസത്തെയാണ് കവച്ചു വെച്ചുകൊണ്ട് നമ്മൾ യൗമുൻ നഹിസ്, മോശമായ ദിവസം എന്ന് നമ്മൾ പറയുന്നത്. അവിടെയാണ് വ്യത്യാസം.
ജൂതന്മാർ ഹാദാ യൗമു സാലിഹ്, യൗമുൻ സാലിഹ്, ഇതൊരു നല്ല ദിവസമാണല്ലോ. എങ്ങനെയാണ് അവർ ആ നല്ല ദിവസം എന്ന് കാണാൻ കാരണം? എന്നിട്ട് പറഞ്ഞു ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം, ഇസ്രായേൽ സന്തതികളെ അവരുടെ ശത്രുവിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് ആശൂറ. ഫിറഔനിൽ നിന്ന് ഇസ്രായേൽ സന്തതികളെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസം മുഹറം 10. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് പറഞ്ഞു മൂസ അതിന് നന്ദിയായി നോമ്പനുഷ്ഠിച്ചു, ഞങ്ങളും അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നു എന്ന് ജൂതന്മാർ പറഞ്ഞു. അന്ന് നന്ദി പ്രകടിപ്പിച്ച് നോമ്പനുഷ്ഠിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അത്രമാത്രം അവർ അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവത്തിൽ നിന്ന് മാറി നല്ല ഒരവസ്ഥ അവർക്ക് സംജാതമായ ഒരു ദിവസമാണത് എന്നുള്ളത് കൊണ്ടാണ് മൂസാ നബി നോമ്പനുഷ്ഠിച്ചു, അവരും നോമ്പനുഷ്ഠിച്ചു അതിനെ പിൻപറ്റിക്കൊണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു ഫഅന അഹബ്ബു ബിമൂസാ മിൻകും, ഏത് അർത്ഥം വെച്ച് നോക്കിയാൽ, ആദർശം വെച്ച് നോക്കിയാലും, അതുപോലെ തന്നെ വിശ്വാസവും മൂസാ നബി കൊണ്ടുവന്ന സന്ദേശം ആരാണ് പിൻപറ്റുന്നത് എന്ന് നോക്കിയാലും, ഏത് അളവ് പോലെ വെച്ച് നോക്കിയാലും നിങ്ങളെക്കാൾ കൂടുതൽ മൂസയോട് ഏറ്റവും അടുപ്പമുള്ളവർ ഞങ്ങളാണ് എന്ന് പറയുകയും, ഞാനാണ് എന്ന് പറയുകയും പ്രവാചകൻ ഫസാമഹു വ അമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കുകയും അനുയായികളോട് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ മക്കയിൽ കൽപ്പനയില്ല, പ്രവാചകൻ അനുഷ്ഠിച്ചു, കണ്ട അനുചരന്മാരും അനുഷ്ഠിച്ചു. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം അനുഷ്ഠിക്കുകയും അനുചരന്മാരോട് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുക. അതിന് കാരണം ഇവിടെ എടുത്തു പറഞ്ഞത് മൂസാ നബിയെയും അനുചരന്മാരെയും അള്ളാഹു ഫിർഔന്റെ ക്രൂരമായ പ്രവൃത്തിയിൽ നിന്ന്, അവന്റെ സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നതാണല്ലോ പരാമർശിച്ചിട്ടുള്ളത്. ഞാൻ ഓതി വെച്ച സൂറത്ത് യൂനുസിലെ ആ 2 വചനങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്നത് തന്നെയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഫിർഔനിന്റെയും ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അധ്യായങ്ങളിൽ പല രൂപത്തിൽ കുറച്ച് വിശദീകരിച്ചും കുറച്ച് ചുരുക്കിയും ഒക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാം. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഏതാണ്ട് 132, 131, 132 പ്രാവശ്യമെങ്കിലും മൂസ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഏതാണ്ട് 72ഓളം സന്ദർഭങ്ങളിൽ ഫിർഔൻ എന്ന പേരും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്രമാത്രം വിശദീകരിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ചരിത്ര സംഭവം വിശുദ്ധ ഖുർആനിൽ വേറെ ഇല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത്രമാത്രം വചനങ്ങളിൽ ഇവരുടെ ഈ ചരിത്രം പറയുന്നുണ്ട്. അതിൽ നിന്ന് സൂറത്ത് യൂനുസിലെ ഭാഗം ഞാൻ ഓതി വെച്ചത് അതിന്റെ വിശദീകരണമാണ്. ഒരല്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇതുമായി ബന്ധപ്പെടുത്തി. നമുക്കറിയാം, ഒരാൾക്ക് അധികാരമുണ്ടാവുക, അധികാരപ്രമത്തത ഉണ്ടാവുക, അധികാരപ്രമത്തത ഉണ്ടാവുക എന്ന് വെച്ചാൽ അങ്ങേയറ്റം അതിന്റെ താൻ ചോദ്യം ചെയ്യപ്പെടാത്തവനാണ്, എൻ്റെ മീതെ ആരുമില്ല, എല്ലാം ഞാനാണ് എന്നുള്ള ചിന്തയിൽ വരുന്ന അവസ്ഥയിലേക്ക് അധികാരം ഉണ്ടാവുക. ആ അധികാരത്തിന് കൂട്ടായിട്ട് അഹങ്കാരവും ധിക്കാരവും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ എമ്പാടും സമ്പത്തുണ്ടാവുക. അതുപോലെ തന്നെ ആ സമ്പത്തും ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആഡംബരത്തിന്റെ അങ്ങേയറ്റം ജീവിക്കാൻ കഴിയുക എന്നൊക്കെ വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ചക്രവർത്തിമാർക്ക് പൊതുവെ പറയപ്പെടുന്ന പേരാണ് ഫിറഔൻ, അല്ലെങ്കിൽ ഫറോവമാരെന്ന് പറയും, അല്ലെങ്കിൽ അറബിയിൽ ഫറാഇനത്ത് എന്ന് പറയും. അതിന്റെ ഏകവചനമാണ് ഫിറഔൻ എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു രാജാവിനെ കുറിച്ച് പ്രത്യേകം പറയുന്നതല്ല. ഈജിപ്റ്റ് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ സംബന്ധിച്ച് മൊത്തത്തിലുള്ള പരാമർശമാണ് ഫറോവമാർ എന്നുള്ളത്. ആ ഫറോവമാരിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിതനായ സന്ദർഭത്തിൽ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരിയായ ഫറോവയുടെ പേരാണ് റംസീസ് രണ്ടാമൻ എന്ന് പറയുന്നത്. ആ റംസീസ് രണ്ടാമന്റെ കാലത്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിതനാകുന്നത്.
ഈ ഫറോവമാരുടെ സർവ്വ ചരിത്രവും അവരുടെ ആഡംബരത്തിന്റെയും അവരുടെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധിയുടെയും അവരാരായിരുന്നു അവരുടെ സ്വേച്ഛാധിപത്യത്തിന്റെയും ഒക്കെ അടയാളങ്ങൾ ഈജിപ്ത് സന്ദർശിച്ചാൽ അവിടുത്തെ മ്യൂസിയത്തിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇന്നും അത് കാണാം. അതുപോലെ ഫറോവമാരുടെ ശവകുടീരത്തിനാണ് പിരമിഡുകൾ എന്നറിയപ്പെടുന്നത്. പിരമിഡുകൾ ഇന്ന് സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ്. ലോകത്തെ മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് പിരമിഡുകൾ. അതൊക്കെ തന്നെ ഇവരുടെ ആ കാലത്തെ ഉള്ള ഇവരുടെ ആ അധികാരത്തിന്റെയും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ കാര്യങ്ങളെ അടയാളപ്പെടുത്തപ്പെട്ട് ഇന്നും നിലനിൽക്കുന്നതായിട്ട് നാം കാണുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ നിലയിൽ അത്രമാത്രം എല്ലാ വിധത്തിലുമുള്ള അങ്ങേയറ്റത്തെ സ്വേച്ഛാധിപത്യത്തിന്റെയും അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും അങ്ങേയറ്റം എത്തി പോയ സന്ദർഭത്തിലാണ് റംസീസ് രണ്ടാമന്റെ കാലത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിതനാകുന്നത്. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. മൂസ ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ആ നാട്ടിൽ പിറക്കുന്ന സർവ്വ ആൺകുഞ്ഞുങ്ങളെയും കൊല ചെയ്തിട്ടും അള്ളാഹു മൂസയെ ഫിറഔന്റെ മടിത്തട്ടിൽ തന്നെ വളർത്തുന്നു. ചരിത്രമൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഓതി വെച്ച വചനത്തിലേക്ക് മാത്രം തിരിയട്ടെ. അപ്പൊ അങ്ങനെ മൂസാ നബി ഉപദേശിച്ചു, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ചെയ്തിട്ടും ഇതൊന്നും ഉൾക്കൊള്ളാനോ മാനസാന്തരപ്പെടാനോ സത്യം ഉൾക്കൊള്ളാനോ ഒന്നും തയ്യാറാകാത്ത ഒരവസ്ഥ വന്ന് അതിന്റെ പരമകാഷ്ഠയിലെത്തിയപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് സൂറത്ത് യൂനുസിലെ 88-ാമത്തെ വചനം. അതിന് അള്ളാഹു നൽകുന്ന മറുപടിയാണ് 89. തുടർന്ന് 90, 91, 92 നോക്കിയാൽ ആ പ്രാർത്ഥനയുടെ ഫലമായി പിന്നീട് ഫിറഔൻ അനുഭവിക്കേണ്ടി വന്നതാണ് പിന്നീട് പറയുന്നത്. അപ്പം മൊത്തത്തില് സൂറത്ത് യൂനുസിലെ 88 മുതൽ ഏതാണ്ട് 91 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഈ ചരിത്രം പല ഭാഗങ്ങളിൽ പറഞ്ഞതിൽ ഒന്നുകൂടി ഹൃദയസ്പൃക്കായി നമുക്ക് കാണാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഭാഗങ്ങളാണിത്. ഇതിലെന്താണ് മൂസാ നബി പറഞ്ഞത്? റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഇന്നക ആതൈത ഫിർഔന വമലഅഹു, തീർച്ചയായും ഫിർഔനും അവന്റെ പ്രമാണിമാർക്കും നീ നൽകിയിരിക്കുന്നു സീനത്തം വ അംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിൽ ഒരുപാട് സമ്പത്തും അതുപോലെ തന്നെ അലങ്കാരവും നീ അവർക്ക് നൽകിയിരിക്കുന്നു നാഥ. ഈ ലോകത്തെ ഹയാത്തു ദുനിയയിൽ ഐഹിക ജീവിതത്തിൽ നീ നൽകിയിരിക്കുന്നു. റബ്ബനാ ലിയുദില്ലു അൻ സബീലിക്, ഇതെല്ലാം അവർ വിനിയോഗിക്കുന്നത് ലിയുദില്ലു അൻ സബീലിക്, നിന്റെ സത്യസന്ധമായ മാർഗത്തിൽ നിന്ന്, നിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവരിതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നാഥ. റബ്ബന തുമിസ് അലാ അംവാലിഹിം, അതുകൊണ്ട് ഞങ്ങളുടെ നാഥ അവരുടെ സമ്പത്ത് നീ ഇല്ലായ്മ ചെയ്യണമേ, തുടച്ചു നീക്കണമേ. വഷ്ദുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നീ കാഠിന്യം നൽകുകയും ചെയ്യണമേ. ഫലാ യുഅ്മിനൂ ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ അനുഭവിക്കാതെ അവർ വിശ്വസിക്കാൻ പോകുന്നില്ല നാഥ. മൂസാ നബിയുടെ പ്രാർത്ഥനയാണ്. വേദനാജനകമായ ശിക്ഷ അനുഭവിക്കാതെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് തൊട്ടടുത്ത വചനങ്ങളിലേക്ക് വരുമ്പോൾ പൂർണ്ണമായി പുലർന്നിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ഈ പ്രാർത്ഥന 2 കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഒന്ന്, സമ്പത്ത് ഇല്ലായ്മ ചെയ്യുക, അത് തുടച്ചു നിൽക്കുക. 2, ഹൃദയങ്ങൾക്ക് കാഠിന്യം നൽകുക. എന്താണ് ഇതിന്റെ പൊരുള്? സ്വത്തും സമ്പത്തും അധികമുള്ളപ്പോഴാണല്ലോ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം എത്തുക. എനിക്കാരെയും നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കാരെയും നോക്കേണ്ട ആവശ്യമില്ല, എന്റെ കയ്യിലെമ്പാടും സമ്പത്തുണ്ട്, പണമുണ്ട്, അതുകൊണ്ട് എന്തും ഞാൻ ചെയ്യും, ആരെയും ഞാൻ വിലക്ക് വാങ്ങും, ഏത് രൂപത്തിലും ഞാൻ ജീവിക്കും എന്നുള്ളൊരു ഹുങ്ക്. അപ്പൊ അതില്ലാതെ വരുമ്പോൾ അങ്ങ് താഴോട്ട് പോകും. അതാണ് മൂസാ നബിയുടെ പ്രാർത്ഥനയുടെ 1ാമത്തെ വാക്ക്. 2ാമത് പറഞ്ഞത് ഹൃദയങ്ങൾക്ക് കാഠിന്യം നൽകാനാണ്. എന്താണ് ഹൃദയങ്ങൾക്ക് കാഠിന്യം നൽകാൻ പറഞ്ഞതിന്റെ പൊരുള്? ഹൃദയ കാഠിന്യം വരുമ്പോൾ സത്യം അംഗീകരിക്കാനുള്ള മാനസിക അവസ്ഥ പിന്നെയും ഇല്ലാതെയാകും, കൂടുതൽ ധിക്കാരത്തിലേക്കും അഹങ്കാരത്തിലേക്കും ചെന്ന് പതിക്കും. അപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. ഇത് 2ഉം ചെയ്യ് റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയ മറുപടിയാണ് ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ 2 ആളിന്റെ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. 2 ആളെന്ന് പറഞ്ഞാൽ
മൂസയും ഹാറൂനും അലൈഹിമസ്സലാം, അവർ രണ്ടുപേരുമാണ്. രണ്ടാളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഫസ്തഖീമ, രണ്ടാളും നേരെ ചൊവ്വേ ശരിയായ മാർഗത്തിൽ പതറാതെ നിലകൊള്ളുക. വലാ തത്തബിഅനി സബീലല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്ത വിവേകമില്ലാത്ത ആൾക്കാരുടെ മാർഗം പിൻപറ്റുകയും ചെയ്യരുത്. രണ്ടാളും നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ പതറാതെ അടിയുറച്ചു നിൽക്കുകയും അവിവേകികളുടെ ഒരു സമീപനത്തിനൊപ്പം കൂടാതിരിക്കുകയും ചെയ്യുക എന്നുള്ള നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആ വചനം. എന്നിട്ട് എന്താണ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അള്ളാഹു ചെയ്തത്? ആദ്യം ചെറിയ ചെറിയ ശിക്ഷകൾ അള്ളാഹു അവർക്ക് നൽകി നോക്കി. ചെറിയ ചെറിയ ശിക്ഷകൾ എന്ന് പറയുന്നത് ക്ഷാമം, അതുപോലെ തന്നെ വരൾച്ച, ഉൽപാദന കുറവ് തുടങ്ങിയിട്ടുള്ള കുറെ, ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തു അഅറാഫിലെ 130-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്സിനീൻ വനഖ്സിം മിനസ് സമറാത്ത് ലഅല്ലഹും യദ്ദക്കറൂൻ. അതായത് ഫിർഔന്റെ കുടുംബത്തെ നാം പിടികൂടി. എന്തുകൊണ്ട്? ബിസ്സിനീൻ. സിനീൻ എന്ന വാക്കിന്റെ അർത്ഥം വരൾച്ച, വർഷങ്ങളാണ്. ഏതെങ്കിലും ഒരു സമയത്തൊരു വരൾച്ചയല്ല, നീണ്ടു നിൽക്കുന്ന വരൾച്ച. അതാണ് സിനീൻ എന്ന വാക്കിന്റെ അർത്ഥം. പിന്നെയോ വനഖ്സിം മിനസ് സമറാത്ത്, വിളകളുടെ കമ്മി, വിളകൾ കുറച്ചു കൊടുക്കുക, ഉൽപാദനം കുറച്ചു കൊടുക്കുക, കൃഷിയിലെങ്ങൊന്നും ഇല്ലാതെ വരുന്ന അവസ്ഥ വരിക. ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ചിന്തിച്ചതുമില്ല, മനസ്സിലാക്കിയതുമില്ല, അത് വേറെ വിഷയം. 133-ാമത്തെ വചനം സൂറത്ത് അഅറാഫിലെ 133-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫർസൽനാ അലൈഹിം, അവരുടെ അതിക്രമവും കുറ്റവും ഈ പറയുന്ന ധിക്കാരവും അതിന്റെ മൂർധന്യ ദശയിലെത്തിയപ്പോൾ വീണ്ടും അവരുടെ മേൽ നാം ഇറക്കിയ തൂഫാൻ. തൂഫാൻ എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം. വൽ ജറാദ്, ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളി. വൽ കുമ്മൽ, കുമ്മൽ എന്ന് പറഞ്ഞാൽ പേൻ, നമ്മുടെയൊക്കെ തലയിലൊക്കെ ഉണ്ടാകുന്ന പേനില്ല, അതാണ് കുമ്മല്. വൽ ലഫാദി, ലഫാദി എന്ന് വെച്ചാൽ തവളകൾ. വദ്ദം, രക്തം. ആയാത്തിൻ മുഫസ്സലാത്തിൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായി ഇതൊക്കെ ഇറക്കി കൊടുത്തു. വെള്ളപ്പൊക്കവും വെട്ടുകിളി ശല്യവും പേൻ ശല്യവും തവള ശല്യവും അതുപോലെ തന്നെ എന്ത് തൊട്ടാലും നോക്കിയാലും പിടിച്ചാലും രക്തം ചിന്ത ഒക്കെ, അങ്ങനെയുള്ള പല രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ നിലയിൽ കാണിച്ചു കൊടുത്തു. ഫസ്തക്ബറു, എന്തേ ചെയ്തത്? അവർ അഹംഭാവം നടിച്ചു. വക്കാനു ഖൗമൻ മുജ്രിമീൻ, അവർ കുറ്റവാളികളായി മാറി. തന്നെയുമല്ല, ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ, ഇതൊക്കെ ചെറിയ ശിക്ഷകളുടെ കൂട്ട്. കാരണം വലിയ ശിക്ഷ വേറെ വരാനിരിക്കുന്നുണ്ടല്ലോ, അതിലും വലിയ ശിക്ഷ മരണശേഷം വരാനിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ചെറിയ ശിക്ഷകൾ ഇങ്ങനെ ഓരോന്നും വലമ്മാ വഖഅ അലൈഹിമുർ റിജ്സ്, ഇങ്ങനെ ഓരോ ശിക്ഷകൾ വരുമ്പോൾ, ഉൽപാദനക്കുറവ് വരുമ്പോൾ, വിളനാശം ഉണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഓരോ ശിക്ഷ വരുമ്പോഴും ഖാലൂ, അവർ പറയും, യാ മൂസ, ഏ മൂസ, ഉദ്ഉ ലനാ റബ്ബക്, നീ നിന്റെ റബ്ബിനോട് ദുആ ചെയ്യണം. ബിമാ അഹിദ ഇൻദക്, നിനക്ക് കരാറ് തന്നിട്ടുണ്ടല്ലോ നിന്റെ റബ്ബ്, പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകാമെന്ന്. ആ റബ്ബിനെ മുൻനിർത്തിക്കൊണ്ട് ആ റബ്ബിനോട് നിനക്ക് തന്ന ഈ കരാറ് വെച്ച് നീ ചോദിക്കണം, പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ച് ലഇൻ കശഫ്ത അന്നർ റിജ്സ, ഈ ശിക്ഷയൊക്കെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റിക്കഴിഞ്ഞാൽ ലനുഅ്മിനന്ന ബിക, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും. വലനുർസിലന്ന മഅക ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ നിന്റെ കൂടെ വിട്ടുവരികയും ചെയ്യും. ഓരോ ശിക്ഷ വരുമ്പോഴും ഇത് പറയും. മൂസാ നബി പ്രാർത്ഥിക്കും, മാറും. അപ്പൊ എന്നിട്ട് എന്താ ഗുണം? ഫലമ്മാ കശഫ്നാ അൻഹും റിജ്സ ഇലാ അജലിൻ ഹും ബാലിഗൂഹു ഇദാ ഹും യൻകുതൂൻ, ഒരു നിശ്ചിത അവധി വരെ, അള്ളാഹു നിശ്ചയിച്ച അവധി വരെ അവരിൽ നിന്ന് ഈ ശിക്ഷ അകറ്റിക്കഴിഞ്ഞാൽ അവർ കരാർ ലംഘിച്ചുകൊണ്ട് പഴയപടി തന്നെ പോകും. ബനു ഇസ്രായേൽക്കാരുടെ സ്വഭാവം മൊത്തത്തിൽ ഖുർആനിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഇസ്രായേൽ സന്തതികളുടെ തന്നെ, ഇത് ഫറോവയുടെയും കൂട്ടരുടെയും അഥവാ റംസീസ് രണ്ടാമന്റെയും കൂട്ടരുടെയും ഖാറൂന്റെയും ഹാമാന്റെയും ഒക്കെ സ്വഭാവമായിട്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ഇതിന്റെ കാഠിന്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, റബ്ബന തുമിസ് അലാ അംവാലിഹിം വഷ്ദുദ് അലാ ഖുലൂബിഹിം ഫലാ യുമിനൂ ഹത്താ യറവുൽ അദാബൽ അലീം. വേദനാജനകമായ ശിക്ഷ കാണുന്നത് വരെ അവർ വിശ്വസിക്കാൻ
സാധ്യതയില്ല റബ്ബേ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് നേരത്തെ ഞാൻ വിശദീകരിച്ച ശിക്ഷകൾ കൊടുക്കാൻ പറഞ്ഞത്. അതിന്റെ ഫലമായിട്ടാണ് എന്ത് ഏറ്റവും ഭൗതിക ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. ഈ ചെറുത് കൊടുത്തിട്ടൊന്നും മാനസാന്തരപ്പെടാതെ മാറ്റത്തിന്, ഇതിലൊക്കെ നമുക്കൊക്കെ പാഠങ്ങളുണ്ട് കേട്ടോ, ഇതിലെല്ലാം പാഠങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണയായി മുഹറം മാസം ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? സർവ സ്വേച്ഛാധിപതികളായ ആൾക്കാരുടെയും അധപ്പതനത്തിന്റെയും പതനത്തിന്റെയും മർദ്ദിത സമൂഹത്തിന്റെ വിജയത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും നാളുകളായിട്ടാണ് മുഹറമിന് നമ്മൾ കാണാറുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നാം പ്രവർത്തിക്കുമ്പോൾ അല്ലറ ചില്ലറ ചില തോന്നലുകളൊക്കെ അല്ലെങ്കിൽ ചില്ലറ കാര്യങ്ങളൊക്കെ നമ്മളെയും പരീക്ഷിക്കും. ആ പരീക്ഷണത്തിലൊന്നും നമ്മൾ വീഴാതെ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് എങ്കിൽ, അത് വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ വീണ്ടും നീങ്ങിയാണ് എങ്കിൽ വലിയ ശിക്ഷയ്ക്ക് നമുക്കും അർഹതയുണ്ട് എന്നുള്ള മെസ്സേജ് ഇതിലുണ്ട് എന്നും കൂടി ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക. ഫിറഔനെ മാത്രം ഒതുക്കി നിർത്തേണ്ട കാര്യമല്ല ഇത്. പിന്നെ ആ അവസാനത്തെ ശിക്ഷ ഭൗതിക ജീവിതത്തിൽ അതാണ് വജാവസ്നാ ബിബനി ഇസ്രാഈലൽ ബഹർ. മൂസാ നബിയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത് കടല് കടന്നു പോകാൻ. അങ്ങനെ ഇസ്രായേൽക്കാരെയും കൊണ്ട് കടല് കടന്നു പോകുന്നു. ഫഅത്ബഅഹും ഫിർഔനു വജുനൂദുഹു, ഫിർഔനും അവന്റെ സൈന്യവും അവരുടെ പിന്നാലെ കൂടുന്നു. എങ്ങനെ വരുന്നത്? ബഗ്യൻ വഅദ്വൻ, അപ്പോഴും അക്രമ മനസ്സോടുകൂടി ധിക്കാരത്തോടു കൂടിയാണ് അപ്പോഴും വരുന്നത്. വിടില്ലടാ ഒരുത്തനെ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അള്ളാഹു മൂസാ നബിയോട് വടി കൊണ്ടടിക്കാൻ പറയുന്നു. കടലിൽ ചെങ്കടലിൽ അത് രണ്ട് ഭാഗമായി മാറുന്നു. നടുക്ക് നല്ല ഒരു വഴി ഉണ്ടാകുന്നു. ഇസ്രായേൽ സന്തതികൾ ഇറങ്ങുന്നു. അവസാനത്തെ ആളും അപ്പുറത്ത് കഴിഞ്ഞോടുകൂടി അപ്പോഴത്തേക്കും ഫിറഔനും സൈന്യവും ഏതാണ്ട് നടന്ന് മധ്യഭാഗത്തെത്തി. അള്ളാഹു എന്ത് ചെയ്തു? രണ്ടു ഭാഗത്ത് ഇങ്ങനെ അലയടിച്ചിരുന്ന ആ സമുദ്രത്തിലെ ആ തിരമാലകളെ അള്ളാഹു ഒന്നായിട്ട് അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞോടുകൂടി ഇവരെല്ലാം വെള്ളത്തിലായി. അങ്ങനെ ഫിറഔൻ മുങ്ങി മരിക്കാനുള്ള സന്ദർഭം എത്തിക്കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ മൂസാ നബി, ഫലാ യുമിനൂ ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ അനുഭവിക്കാതെ ഇവർ വിശ്വസിക്കില്ല റബ്ബേ. ഇവർക്ക് നീ നൽകിയ സർവ സമ്പത്തും അധികാരവും എല്ലാം ഉപയോഗപ്പെടുത്തുന്നത് സത്യമാർഗത്തിൽ നിന്ന് ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബേ. മൂസാ നബി പ്രാർത്ഥിച്ചില്ല, പറഞ്ഞില്ല ആ പറച്ചില്? നോക്ക് എത്ര കൃത്യമാണെന്ന്. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, മുങ്ങിച്ചാകാനായ സന്ദർഭത്തിൽ. അപ്പോൾ ഇവൻ പറയുകയാണ്, ആര്? ഫിറഔൻ പറയുകയാണ്, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഫിറഔന്റെ പ്രഖ്യാപനമാണ് ചാകാൻ പോകുന്ന നേരത്ത്. ഇസ്രായേൽ വിശ്വസിച്ച ആ ഇലാഹിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, അവനല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല എന്ന് ബനൂ ഇസ്രായേൽക്കാര് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഞാനും ഇതാ നടത്തുന്നു. ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. ശിക്ഷ അങ്ങോട്ട് കിട്ടിയപ്പോഴാണ് പറയുന്നത്. അതുവരെ മൂസാ നബി എത്രത്തോളം പറഞ്ഞു നോക്കി. ഈ അധികാരവും അതുപോലെ തന്നെ സമ്പത്തും സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ ഉള്ള ആൾക്കാരുടെ പൊതുവെയുള്ള സ്വഭാവങ്ങളാണ് ഈ പറയുന്നത്. ലാസ്റ്റ് നിമിഷമായിരിക്കും, സ്വയം അനുഭവപ്പെടുമ്പോഴായിരിക്കും ഒന്ന് മറിച്ച് ചിന്തിക്കാൻ നോക്കുക. ഒരു രക്ഷയില്ല. അള്ളാഹു ചോദിച്ച ചോദ്യം, ഇപ്പോഴോ നിന്റെ വിശ്വാസം? മുമ്പ് നീ ഇത് ധിക്കരിച്ചവനും നിഷേധിച്ചവനുമാണല്ലോ. വകുന്ത മിനൽ മുഫ്സിദീൻ, നീ കുഴപ്പക്കാരനായിരുന്നല്ലോ, ഇപ്പൊ നീ വിശ്വസിക്കുകയും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഒരു രക്ഷയില്ല, മുങ്ങിച്ചത്തു, മുങ്ങി മരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫൽ യൗമ നുനജ്ജീക ബിബദനിക്, പക്ഷേ നിന്റെ ശരീരത്തെ നാം രക്ഷിക്കും, രക്ഷപ്പെടുത്തും. ബിബദനിക്, നിന്റെ ശരീരത്തെ. ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിന്നാലെ വരുന്നവർക്ക് എന്നും ദൃഷ്ടാന്തമായിരിക്കാൻ വേണ്ടി നിന്റെ ശരീരത്തെ അങ്ങോട്ട് ഒഴുക്കി കളയില്ല, നശിപ്പിച്ച് കളയില്ല, രക്ഷപ്പെടുത്തും. നിന്നെ രക്ഷപ്പെടുത്തൂല, നീ പോക്ക് തന്നെ പോവും. നിന്റെ ബോഡി അതുണ്ടാകും ഭൂമിയിൽ പിൻകാലക്കാർക്ക് പിന്നെ ദൃഷ്ടാന്തമാകാൻ വേണ്ടി. എന്നിട്ടോ വഇന്ന കതീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ, എത്രമാത്രം ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും ജനങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും അശ്രദ്ധരാണ്.
അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഈജിപ്തിലെ മ്യൂസിയത്തിൽ പോയാൽ കാണാമല്ലോ ഈ പറഞ്ഞ രംഗം, ഈ പറഞ്ഞ അംഗം. ദൃഷ്ടാന്തത്തിന് വേണ്ടി വെച്ചു. ആരായിരുന്നു? അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞവൻ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ്, ഞാനല്ലാതെ ഒരു ഇലാഹുണ്ട്, ആരാധ്യനുണ്ടെന്ന് പറഞ്ഞാൽ ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞവൻ. അതുപോലെ ഈ ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലേ, ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെല്ലാം ഒഴുകുന്നത് എന്റെ താഴ്ഭാഗത്തു കൂടിയല്ലേ, ഈ വർത്തമാനം പറയാൻ പോലും കഴിയാത്ത നീചനും നിന്ദ്യനുമായ ഈ മൂസയാണോ ഉത്തമൻ, അതല്ല ഞാനാണോ എന്നൊക്കെ ചോദിച്ച് ജനങ്ങളുടെ ആരാധ്യനാക്കി. ദൈവമാണ്, ദൈവത്തിന്റെ അംശമാണ്, ഇന്നും ആവർത്തിക്കുന്നില്ലേ പലരും. നമ്മുടെയൊക്കെ ലോകത്ത് തന്നെ ദൈവം വന്ന് പറയുന്നു, ദൈവം പറഞ്ഞു തരുന്നു, ദൈവത്തിന്റെ അംശമുണ്ട്. ഫിറോവയുടെ പിന്തലമുറകൾ ഇന്നുമുണ്ട് ലോകത്ത്, അത് നശിച്ചിട്ടൊന്നുമില്ല. എന്ത് ദൃഷ്ടാന്തം കിട്ടിയാലും പാഠം ഉള്ളൂലെന്ന് അള്ളാഹുവാണ് പറഞ്ഞത്. അത് ഫലിക്കുന്ന നിലയിൽ നോക്ക്. ഇങ്ങനെ പറഞ്ഞ ആ ഫറോവയുടെ അവസാനം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു സൂറത്ത് ദുഹാനിലൂടെ പറയുന്ന ചില ചോദ്യങ്ങളുണ്ട്, ചിന്തിപ്പിക്കുന്നത് ചിലത്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക സുമ്മ ഔറസ്നാഹാ ആഖരീൻ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ സൂറത്ത് ദുഹാനിൽ. എത്ര തോട്ടങ്ങളാണ് അവർ വിട്ടേച്ചു പോയത്. ആരെക്കുറിച്ചാ? ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, അതുപോലെ തന്നെ അവന്റെ പ്രമാണിമാർ ആരൊക്കെയാണോ അവൻ ഓശാന പാടി ഒത്താശ പാടി നടന്നിരുന്നവർ, അവരൊക്കെ ഇട്ടേച്ചു പോയി. എന്ത്? ജന്നാത്ത്, തോട്ടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, മാന്യമായ പാർപ്പിടങ്ങൾ. അവര് ആർത്തു ഉല്ലസിച്ച് ആഹ്ലാദിച്ച് അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിച്ചിരുന്ന സർവ്വ സൗഭാഗ്യങ്ങളും അവർ വിട്ടുപോയി. കദാലിക്, അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അത് മറ്റു ചില ജനങ്ങൾക്ക് നാം അനന്തരമായി നൽകി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ഇത്ര മാത്രം ഉണ്ടായിരുന്ന അവർക്ക് വേണ്ടി കരഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് കരയുക? പിന്നെ ആർക്ക് വേണ്ടി കരയാൻ? ആകാശവും ഉണ്ടാവില്ല, ഭൂമിയും ഉണ്ടാവില്ല. അഹന്തയുടെ അവസാനം ഇങ്ങനെയായിരിക്കും. ആരായിരുന്നാലും ശരി, ആ അഹന്തയ്ക്ക് അവസാനമുണ്ടാക്കി ആ മർദ്ദിതരായ ഈ ബനൂ ഇസ്രായേൽ സന്തതികൾക്ക് മോചനം നൽകിയ, വിജയം നൽകിയ, അതിജയത്തിന് അവസരമൊരുക്കിയ ആ ഒരു ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് ഞങ്ങൾ നന്ദിയായിട്ട് നോമ്പ് പിടിക്കുന്നു. മൂസ നോമ്പ് പിടിച്ചു, ഞങ്ങളും നോമ്പ് പിടിക്കുന്നു എന്ന് ജൂതന്മാർ പറഞ്ഞത് അതുകൊണ്ടാണ്. അതാണ് അതിന്റെ 3-ാം ഘട്ടം. ഇനിയുമുണ്ട് രണ്ട് ഘട്ടവും കൂടി നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ഏതായിരുന്നാലും മുഹറം മാസം അള്ളാഹുവിന്റെ മാസം, മുഹറം 10 അള്ളാഹുവിന്റെ ദിവസം. ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മളുടെ ജീവിതവും. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം എന്താണ്? സർവ സ്വേച്ഛാധിപതികൾക്കും ഉൾക്കൊള്ളാനുള്ള പാഠം എന്താണ്? ആ പാഠം ഉൾക്കൊണ്ട് മാനസാന്തരപ്പെടേണ്ടടുത്ത് മാനസാന്തരപ്പെട്ട് മാറേണ്ടടുത്ത് മാറി നിന്ന് ചെയ്യേണ്ടത് ചെയ്ത് ആ രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും കൂടി ആകണം ഈ ചരിത്ര സംഭവവും ഈ നാളുകളും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.